അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നമാണ്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ അവർ നമ്മോട് സ്നേഹവും അനുസരണയും കാണിച്ചില്ലെങ്കിൽ നമുക്ക് സഹിക്കില്ല. മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ ഒരു പ്രാർത്ഥനയാണിത്. പ്രവാചകന്മാർ പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബന വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, എന്നെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വമിൻ ദുരിയതി, എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ നാഥാ. ആമീൻ. രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നോമ്പിനെക്കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ അല്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ രക്ഷപ്പെട്ടാൽ എല്ലാ കാര്യത്തിലും അവൻ രക്ഷപ്പെട്ടു. 7 വയസ്സായാൽ കുട്ടികളെ നിസ്കാരം കൊണ്ട് സ്നേഹത്തോടെ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ കൂടെ നിർത്തി നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കുക. ഓരോ വക്തിലും കുട്ടികളെ നിസ്കാരം കൊണ്ട് ഉണർത്തുക. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ശീലിപ്പിച്ചു വന്നാൽ കുട്ടികൾക്ക് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിസ്കരിക്കണമെന്ന ചിന്ത വന്നു തുടങ്ങും. കുട്ടികൾ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ വളരെയേറെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. വിഷമിക്കേണ്ട. ഈ ആയത്തിനെ ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ മക്കളെ 5 വക്ത് നിസ്കരിക്കുന്ന സ്വാലിഹായ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.